Let's go. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ലീവായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സിനൊത്തിച്ച് സിനിമയ്ക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അവൻ ഇന്നലെ പ്ലാൻ ഇട്ടതായിരുന്നു, ഞാനും എൻ്റെ ഫ്രണ്ടും. അവൻ ഇന്നലെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ രാവിലെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ തിയേറ്ററിലേക്ക് പോയി. ദേര സിറ്റി സെൻ്ററായിരുന്നു ഞങ്ങളെടുത്തത്. എമ്പുരാൻ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച അല്ലേ, പ്രത്യേകിച്ച് ഞായറാഴ്ച രാവിലെ എല്ലാവരും എണിക്കാൻ ലേറ്റാവുമല്ലോ. എമ്പുരാൻ മൂവി എമ്പുരാൻ പാക്കറതുക്ക് പോഗ്രേ, എന്നിട്ട് ഫുള്ള് റിവ്യൂ പറയാം. ഇതേപോലത്തതാ. ആൾക്കാരിൽ കുറച്ച് കുറവുന്നത് രാവിലത്തെ ഷോ ആയതുകൊണ്ടായിരിക്കുമല്ലേ. ദേര സിറ്റി സെൻ്റർ എൻ്റെ ഫാമിലിക്കൊന്ന് കാണും, യൂട്യൂബ് ഫാമിലി. എന്നിട്ട് മൂവിയൊക്കെ കണ്ട് പുറത്തിറങ്ങി നേരെ അപ്പോഴേക്ക് 2 മണിയായി കഴിഞ്ഞ് നേരെ വണ്ടി വിട്ട് കോഫി ഹൗസിലേക്ക്, അവിടെ നിന്ന് ഊണ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ എത്തി ഊണിന് പറഞ്ഞ്. നാളെ വിഷു ആയതുകൊണ്ട് വിഷു സദ്യ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ സാധാരണ ഊണെടുത്ത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു മേക്കിങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്ത്യൻ്റെ പുറത്തുള്ള സീനാണെങ്കിലും, കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം ഇംഗ്ലീഷ് സിനിമയോടായതുകൊണ്ട് ആ ഒരു ജോണറിലാണ് പടമൊക്കെ എടുത്തിട്ടുള്ളത്. ലൊക്കേഷനൊക്കെ അതിൽ സ്പെൻഡ് ചെയ്ത ബഡ്ജറ്റൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാം. അത്ര ഇഷ്ടപ്പെട്ട്. നല്ല മേക്കിങ്, നല്ല സ്ക്രിപ്റ്റ് എന്ന് പറയാനില്ല, അത് ഒരു ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായതുകൊണ്ട് അതിനോട് കിടപിടിക്കുന്നതാണ്. അത്രയ്ക്കും എനിക്കിഷ്ടപ്പെട്ട്. ലൊക്കേഷൻ ആണെങ്കിലും അത് യഥാർത്ഥ റിയൽ ലൊക്കേഷൻ തന്നെ പോയിട്ട് എടുത്ത പടമാണെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായ അലിഗേഷൻസ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയെ അത്ര ബാധിച്ചിട്ടില്ല. ഇവിടെ കണ്ടത് കട്ട് ചെയ്ത ഭാഗമാണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി പറയാം. പിന്നെ ഇതിൽ സിനിമയിൽ പേര് ബജ്രംഗി, അതല്ല നമ്മുടെ മിനിസ്റ്ററിൻ്റെ പേര് നന്ദി, അതൊക്കെ ഇതിലുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇത് കട്ട് ചെയ്ത ഭാഗമല്ല എന്നാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നല്ല ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ സിനിമ ഇറങ്ങി ഏകദേശം 2 വീക്സ് ആയല്ലോ, എങ്കിലും അതിൻ്റെ ആ ഒരു കുറവ് ആൾക്കാർ ഉണ്ടാവും. പക്ഷേ പടത്തിന് തിയേറ്ററിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ലൊരു 10-30 പേരുണ്ടായിട്ടുണ്ട്. സിനിമ ഗംഭീരം, എനിക്കിഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാലാണെങ്കിലും കുറച്ച്. പിന്നെ അതിൽ പോരായ്മയായി തോന്നിയത് മോഹൻലാലിന് കുറച്ചും കൂടി സ്റ്റൈലിഷ് വേഷം കൊടുക്കായിരുന്നു, സ്റ്റൈലിഷ് ആക്കായിരുന്നു മോഹൻലാലിനെ കുറച്ചും കൂടി. ആ ഒരു പുറത്തുനിന്നുള്ള കാര്യങ്ങളും അവിടുത്തെ ആ ഏജൻ്റായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിലാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കായിരുന്നു എന്ന് തോന്നി. എങ്കിലും പടം അടിപൊളി, എല്ലാ കാസ്റ്റിങ്ങും സൂപ്പറാണ്. പിന്നെ ഏജൻ്റായി വന്ന ലേഡി ആണെങ്കിലും ഒരുപാട്. പിന്നെ റബക്ക എന്ന് പറഞ്ഞ് വന്ന
ആ വില്ലൻ കഥാപാത്രം ചെയ്ത അയാളാണെങ്കിലും പിന്നെ ഒരുപാട് ലൊക്കേഷൻസും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ഞാൻ കുറച്ച് ലേറ്റായി, പല കാര്യങ്ങളും കൊണ്ട് ലേറ്റായതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.